ഹായ് സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ അത്തമ്പത്തിന് പൊന്നോണം സീസൺ 7-ലെ 7ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിംഗ് ആണ്, സെറ്റ് സാരി ഡ്രീപ്പിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ഓണം സീരീസിലും സെറ്റ് സാരിയും സെറ്റും മുണ്ട് ഡ്രീപ്പിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. വേറെയും കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. പക്ഷെ എന്തോ ഈ വർഷം എനിക്ക് ചെയ്യണം തോന്നി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് സിമ്പിളായിട്ട്, ഇപ്പം ഞാൻ ഷൂട്ട്സിനാണെങ്കിലൊക്കെ ഉടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം എനിക്ക് ഷൂട്ടിനൊന്നും അധികം സമയം ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റിന് നമ്മൾ തേക്കൊന്നും ചെയ്യാണ്ട് ഇങ്ങനത്തെ സെറ്റ് സാരി, അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, കുറച്ച് കട്ടിയുള്ള സെറ്റ് സാരി. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഒഴുകി കിടക്കുന്ന ടൈപ്പല്ല, എന്നാൽ ഭയങ്കര കട്ടിയുമല്ല, ടിഷ്യൂ അങ്ങനത്തെ അല്ല. അങ്ങനത്തെ സാരി ഉടുക്കണേൻ്റെ നമ്മൾ ഷോർട്സിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം കട്ടിയുള്ള ഒരു സാരി എങ്ങനെ നമുക്ക് തേക്കാണ്ട്, ഇപ്പം നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഒരു 10 ടിപ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉടുക്കുന്നതിൻ്റെ ഒപ്പം പറഞ്ഞു പോവാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എല്ലാവർക്കും അറിയാം, നമ്മുടെ സാരി ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, നമ്മുടെ ഹീൽസും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ എടുക്കുക. അതായത് ചെരുപ്പിട്ടതിന് ശേഷം സാരി ഉടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ടക്കിൻ ചെയ്യാം. പക്ഷേ നമുക്ക് കൂടുതൽ പ്ലീറ്റ്സ്, സെൻറ്റർ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ടക്കിൻ ചെയ്താലും മതിയാവും. അപ്പോൾ ഇതാ ഇവിടെയായിട്ട് നമ്മളൊന്ന് കുത്തിയിട്ട് എന്താ വേണ്ടേ, നമുക്കൊരു പിൻ കുത്തി ഇതിനെ സെക്യൂർ ചെയ്യാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്യാന്നുള്ളതാണ്. വല്ലാണ്ട് വലിക്കണ്ട കേട്ടോ. അതായത് സാരി ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി വരും. അധികം ചുളിവുകളില്ലാണ്ട് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമുക്കിങ്ങനെ കൊണ്ടുവന്ന് ഇനി ഷോൾഡറിൽ പിൻ ചെയ്യണം അല്ലേ. ഷോൾഡറിൽ പിൻ ചെയ്യുമ്പോൾ വൺ സൈഡ് ആയിട്ട് ഇടാനാണെങ്കിലും അല്ല പ്ലീറ്റ് ചെയ്തിടാനാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫായിട്ടൊന്ന് ഫസ്റ്റ് പ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുട്ടിനെക്കാട്ടിലും താഴെ കുറച്ച് എടുത്തിട്ടുണ്ട്. അത്ര എടുത്താലേ നമുക്ക് ഭംഗിയാവുള്ളൂ കേട്ടോ, അതിൽ കുറവ് എടുക്കണ്ട. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ ഈ മിഡിൽ പോർഷനില്ലേ, ഇവിടെ നിന്നേ വെച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ശരിയാക്കാം കേട്ടോ, ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ കറക്റ്റായിട്ട് വരും. ഈ മിഡിലിൽ വെച്ചിട്ട് വലിച്ചിട്ട് നമുക്കിതാ ഈ ഭാഗത്തുണ്ടല്ലോ, ഇവിടേക്ക് നല്ല ടൈറ്റാക്കി കൊണ്ടുവന്നിട്ട് അണ്ടർ സ്കേർട്ടിനോടൊപ്പമായിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി നിർത്താം കേട്ടോ. ഇനിയാണ് നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കേണ്ടത്. ചിലർ ഈ ഭാഗത്തു നിന്ന് എടുക്കും, ചിലർ ഈ ഭാഗത്തു നിന്ന് എടുക്കും. എനിക്ക് ഈ ഭാഗത്തു നിന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ കുറേ പേർക്ക് ഈ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തു നിന്ന് എടുത്ത് നോക്കാം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഫസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് പ്ലീറ്റ് എപ്പോഴും വലുതാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് ബാക്കിയുള്ളത് എടുക്കാവുന്നതാണ് കേട്ടോ. അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ അധികം സോഫ്റ്റും അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഒതുക്കി കൊടുക്കേണ്ടി വരും ലാസ്റ്റ്. അപ്പോൾ ഇതേ നമുക്ക് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നെ ഇത് ഇത്രയും ഫാബ്രിക്, ഇത്രയും സാരിയുടെ ഭാഗം വെറുതെ കിടക്കുന്നുണ്ട്, അത് വെറുതെ കിടന്നോട്ടെ, നമുക്ക് പിന്നീട് അതിങ്ങനെ നമുക്ക് പ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലീറ്റ് ഉണ്ടല്ലോ, ഇത് ഒരുപാട് ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്, അതിനെ നമുക്കൊന്ന് ഒതുക്കണം. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കില്ലേ, അതിനെ ഒന്ന് നമുക്ക് കൂടുതൽ പ്ലീറ്റ് ആക്കി എടുത്ത് ഇങ്ങനെ വെക്കാവുന്നതാണ്. അപ്പം അധികം എക്സ്ട്രാ വരാത്ത പോലെ 1 2 3 4 5 6 കൂടുതൽ പ്ലീറ്റ്സ് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കി എടുത്താൽ മതിയാവും. പക്ഷെ എനിക്ക് ഇത്ര മതിയെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ പിൻ ചെയ്യാണ്. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ പ്ലീറ്റ് ഇതാ പിൻ കുത്തി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് താഴെ വരെ ഒന്ന് റെഡിയാക്കി എടുക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വിരൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി കേട്ടോ. എത്ര പ്ലീറ്റ്സ് ഉണ്ടോ അത്രയും നമുക്ക് ഇതേപോലെ ഒതുക്കി കൊടുക്കാം. തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല ടൈറ്റായിട്ട് വിരലുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. ഇനി ഒന്ന് മടക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം താഴെ വരെ ഇതേപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് പ്ലീറ്റ് ചെയ്യല്ല, ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒതുക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതേ പ്ലീറ്റ്സ് ഇതാ കണ്ടോ, ഇത് ഒന്നിന് ശേഷം അങ്ങനെ ആയിട്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുക ഹീൽസിൻ്റെ എവിടെയാണ്
അതായത് നമ്മുടെ ചെരുപ്പുണ്ടല്ലോ അവിടെയായിട്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നല്ല നീറ്റായിട്ട് അണ്ടർസ്കേർട്ടിനകത്തേക്ക് ഇതേപോലെ ടക്കിൻ ചെയ്യാം. ആ ഒരു ഭാഗത്തായിട്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാരിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അത് കാര്യമാക്കണ്ട എന്നുള്ളത്. അതുണ്ടല്ലോ നമുക്ക് ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പിൽ കൂടെ എടുത്തിട്ട് ആ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന തുണി ഉണ്ടല്ലോ സാരി, അതിങ്ങനെ എടുക്കുക, വലിച്ചെടുക്കുക കേട്ടോ. നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ, അതിൻ്റെ ബാക്കിയായിട്ടാവും ഉണ്ടാവുക. എന്നിട്ട് അതിനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക. അത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ആവാം. 1 2 3 4 5 5 മതി അല്ലേ? കണ്ടോ ഇത്രയും ഭാഗമല്ലേ? ഇതിനെ ഒന്ന് ചുരുട്ടി ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ഞാനിവിടെ ടക്കിൻ ചെയ്ത് വെക്കാം കേട്ടോ ചെയ്യണേ. പിൻ ചെയ്ത് വെച്ചാലും നല്ലതാണ്. ഇതേപോലെ ഉള്ളിലേക്ക് തിരികെ വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഈ തുണി ഉണ്ടല്ലോ ഇതിനെ ഇവിടെ വെക്കുന്നതിന് പകരം നമുക്ക് പിന്നിലേക്കാക്കിയിട്ട് ഒന്ന് മടക്കി, അധികം കയറ്റി മടക്കി കുത്തരുത്, അപ്പോൾ കയറി നിൽക്കും. കയറി നിൽക്കാത്ത വിധത്തിൽ, അയ്യോ ഈ സാരിയൊക്കെ ഇടയിൽ വരുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ 1 ലെയർ ആണെന്ന് ഇടണേന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, പിൻ കുത്തുമ്പോൾ ഞാൻ ഈ പകുതിന്ന്, അതായത് ഈ ബസ്റ്റിൻ്റെ ഇടയ്ക്കുന്ന് എടുത്തിട്ടാണ് കേട്ടോ പിൻ കുത്തണത്. അങ്ങനെ ടൈറ്റായിട്ട് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ ശരിയാക്കാന്നുള്ള രീതിക്കാണ്. ഇങ്ങനെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ടാലും കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ സാരി ഇങ്ങനെ പറപറാന്നല്ല കിടക്കണം, അങ്ങനെ ഒഴുകി കിടക്കണ സാരി അല്ലല്ലോ. ഇങ്ങനെ 1 2 നമുക്ക് എങ്ങനെയാ സൗകര്യം എന്ന് വെച്ചാൽ അത്രയും പ്ലീറ്റ്സ് നമുക്കിവിടെ എടുക്കാവുന്നതാണ്. ഇവിടേക്ക് ഒന്ന് ഒതുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് ഇതേപോലെ എടുത്തിട്ട്, എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസില്ലേ, ബ്ലൗസിനോട് ചേർത്തി നമുക്ക് പിൻ കുത്തണം. പിൻ കുത്തണേക്കാട്ടിനും മുന്നേ ഇവിടേക്കൊന്ന് ഒതുക്കി നല്ല വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. പിൻ കുത്തുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പ്ലീറ്റില്ലേ, ഈ പ്ലീറ്റ് ഇതിനെ വിട്ടിട്ട് ബ്ലൗസിനോട് ചേർത്തി സൂക്ഷിച്ച് കുത്തും. കയ്യിലും അവിടെ ഇവിടെ ഒന്നും കുത്തരുത്. ഇങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ ഇങ്ങനെ കിടന്നോളും. പക്ഷെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൈ ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ്. അത് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു പോസിങ് എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഇരുന്നോളും. ഇവിടുത്തെ പ്ലീറ്റ്സ് ആണെങ്കിലും കറക്റ്റാണ്, ഈ ഭാഗമാണെങ്കിലും ഒക്കെ കറക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല കംഫർട്ടബിളാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പിൻ ചെയ്യാറുണ്ട്, കല്യാണങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ പിൻ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഈ കൈയിനെ ഇങ്ങനെ വിടണം എന്നാണെങ്കിൽ ഇവിടെ കുത്തണത് ഒരു അഭംഗിയാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണം വെച്ചാൽ ഇങ്ങനെ കുത്തണ്ട, വേറെ വഴിയുണ്ട്, അങ്ങനെ നോക്കാവുന്നതാണ്. അതായത് ബ്ലൗസിൻ്റെ അവിടം വരെ കൊണ്ടുവരണ്ട, പകരം ഇവിടെ ആയിട്ടൊന്ന്, അതായത് ഈ ഭാഗമായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാവും. നമുക്ക് കൈ ഇങ്ങനെയും താഴെ ഇങ്ങനെ വിടാം, ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ പ്ലാന്ന് പറഞ്ഞ് കിടക്കില്ല എന്നേ ഉള്ളൂ. ഭയങ്കര ഒഴുകി കിടക്കുന്ന സാരി ആണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വിട്ടാലും കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ബുംന്ന് നിൽക്കണതല്ലേ. അപ്പം ഇങ്ങനത്തെ സാരീസ് ആവും നമ്മുടെ കയ്യിൽ കൂടുതലും ഉണ്ടാവുക. ഇത് ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇനി അതല്ല, ഷോൾഡറിൽ പ്ലീറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പം അതിനായിട്ട് ഏറ്റവും നല്ലത് മുൻകൂട്ടി തന്നെ പ്ലീറ്റ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഉടുത്തതിന് ശേഷമാണെങ്കിലും പ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതൊരു ടാസ്ക്കാണ്, ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഒന്നും കറക്റ്റ് കിട്ടില്ല. എന്നാലും നമുക്ക് ഫസ്റ്റ് പ്ലീറ്റ് കുറച്ച് വലുതായിട്ട് എടുത്തിട്ട് ബാക്കി ഇങ്ങനെ കുഞ്ഞായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ റെയറായിട്ട് എനിക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടാറുള്ളൂ, പക്ഷെ ഇത്തവണ കിട്ടി. ഇനി ബാക്കി പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ജനലയുടെ അവിടെ എന്തെങ്കിലും ഒരു കമ്പിൽ അല്ലെങ്കിൽ വാതിലിൻ്റെ മേൾവശത്തായിട്ടോ ഇത് വെച്ച് ഞാൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാണ്. ക്ലിപ്പ് ചെയ്തിട്ട് നമുക്കിതാ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇവിടെ ഒന്ന് ഒതുക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ സെൻറ്റർ പ്ലീറ്റ്സ് ഒക്കെ എടുത്തപ്പോൾ ഇങ്ങനെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് ഒതുക്കിയില്ലേ, അതേപോലെ ഇനി ഷോൾഡറിൽ നമ്മൾ പിൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്ന് ഒതുക്കി കൊടുക്കുക. ഞാൻ പെർഫെക്റ്റ് ഒന്നും പറയില്ല കേട്ടോ, അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പെർഫെക്റ്റ് അല്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരുമാതിരി
നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ താഴെ പിൻ കുത്തുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ പിൻ അങ്ങോട്ട് ഊരി കൊടുക്കാം കേട്ടോ. നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാരി ക്ലിപ്സ് ഇല്ലേ, അത് മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആവശ്യമുണ്ടെന്നില്ല, പക്ഷെ എന്നാലും ഇൻ കേസ് അഴിഞ്ഞു പോകുന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഇതേപോലെ ടൈറ്റ് ആക്കി, ഇവിടെ ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ടൈറ്റ് ആണ്, നല്ല കട്ടിയുണ്ടല്ലോ അവിടുത്തെ തുണിക്ക്. ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലോ ഇനി സൂചിയും ഒന്നും കുത്തേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അതങ്ങനെ കാണുമൊന്നുമില്ല, ഇങ്ങനെ മറച്ചു വെച്ചാൽ മതി, ഇത് കാണില്ല. ഇനി ഇത് എത്ര ചവിട്ടിയാലും നമ്മൾ തന്നെ നമ്മുടെ ചെരുപ്പ് വെച്ചിട്ടെങ്ങാനും ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അപ്പോൾ കുറേ പേരെങ്കിലും ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് സാരി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല സാരി ഉടുക്കുന്നത്. എങ്ങനെ സാരി ഉടുത്താലും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ പ്രാക്ടീസ് ആണല്ലോ, നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വശം വരും. പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ബോഡിക്ക് ചേരുന്ന രീതിയിൽ ഏത് തരത്തിൽ നമുക്ക് സാരി ഉടുക്കണം എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായിക്കോളൂ കേട്ടോ. വല്ലാണ്ട് ഒന്നും ടെൻഷൻ അടിക്കണം, അയ്യോ ഇത് ഇങ്ങനെ എടുക്കണം, അങ്ങനെ ഉടുക്കണം, പ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് പറ്റാവുന്ന പോലെ സിമ്പിളായിട്ട് ഉടുത്താൽ മതി. ഉടുത്തിട്ട് എനിക്ക് എന്തായാലും പിക്ചേഴ്സൊക്കെ അയച്ചു തരണം കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ എക്സ്ട്രാ വല്ല ടിപ്സൊക്കെ ഉണ്ട് സാരി എടുക്കാൻ പറ്റിയിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹാപ്പി ഓണം. കഴിഞ്ഞ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വരുന്ന വീഡിയോസും ഓണം റിലേറ്റഡ് ആണ്. 10 വീഡിയോസ് ഉണ്ട്, ബോണസ് വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.